പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ഒരുപാട് റിസോർട്ടുകളുടെ റിവ്യൂസ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ഞങ്ങൾ നേരിട്ട് കാണുകയും അവരുടെ സർവീസുകളെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ റിവ്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വളരെ ധൈര്യത്തിൽ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു കാര്യം, ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലീസിലും ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം മാത്രമേ നിങ്ങൾ ബുക്കിങ്ങിലേക്ക് വരാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് റിസോർട്ടാണോ, അവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. പടിഞ്ഞാറത്തറ ടൗണിൽ നിന്നും കുറച്ച് കിലോമീറ്റർ ബാണാസുര റൂട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ 9 റൂമുകൾ അടങ്ങിയിട്ടുള്ള സർവീസ് വില്ല കാറ്റഗറിയിലുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിൽ എത്താൻ സാധിക്കുന്നതാണ്. പ്രോപ്പർട്ടിയുടെ മുറ്റത്ത് തന്നെ കാറിനും അതേപോലെ തന്നെ ട്രാവലറിനൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. 9 റൂമുകളിലും ചേർന്ന് ഏകദേശം 40 മെമ്പേഴ്സിന് വരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫാമിലിക്കും അതേപോലെ തന്നെ ബാച്ചിലേഴ്സ് ഗ്രൂപ്പ് അതേപോലെ കപ്പിൾസ് ഗ്രൂപ്പിനും ഒരേപോലെ ഇവിടെ സ്റ്റേ ചെയ്യാൻ സാധിക്കുന്നതാണ്. റൂമിൽ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസ് കാണുന്നതിന് മുമ്പായിട്ട് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്ന് കണ്ടിട്ട് വരാം. ഫാമിലി ആയിട്ട് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവർ ആലോചിക്കുന്നൊരു പ്രശ്നം കുട്ടികൾക്കുള്ള ഒരു പ്ലേയിങ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്കുള്ള കുറച്ച് ആക്ടിവിറ്റീസ് കൊടുത്തിരിക്കുന്നത് കാണാം. അതിൻ്റെ കൂടെ തന്നെ ചുറ്റും ഇരിക്കാനും ഈ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇരിക്കാനും അതേപോലെ തന്നെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ് ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള ഫെസിലിറ്റിയും കൊടുത്തിരിക്കുന്നത്. ഈ ഇൻസ്റ്റാഗ്രാം വീഡിയോസും അതേപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ചുറ്റുപാടുമാണ് ഇവിടെ ഉള്ളത്. നല്ല ഗ്രീനറിയും അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഫ്രെയിംസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആവശ്യത്തിന് വലുപ്പമുള്ള ഒരു പൂളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പൂളിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ടാണ് കിച്ചൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് ചേർന്നിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള ഒരു പ്ലേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ഡ്രൈവർമാർ ആരെങ്കിലും വരുവാണെങ്കിൽ അവർക്കുള്ള സ്റ്റേയും ഇവിടെ കൊടുക്കുന്നതായിരിക്കും. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് മുഴുവനായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ റൂംസാണ് കാണാൻ ബാക്കിയുള്ളത്. നേരെ നമുക്ക് അതിലേക്ക് പോവാം. വളരെ വിശാലമായിട്ടുള്ള വരാന്തയാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ എല്ലാ റൂമുകളും AC റൂമുകളാണ്. AC വിത്ത് ACയും നോൺ AC ആയിട്ടും ഇവിടെ റൂമുകൾ പ്രൊവൈഡ് ചെയ്യും. താഴെ 4 റൂമുകളും അതേപോലെ തന്നെ മുകൾ ഭാഗത്തും ഫസ്റ്റ് ഫ്ലോറിലായിട്ടും 4 റൂമുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ റൂമുകളിലും കിങ് സൈസ് ബെഡാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ചാർജിങ് പോയിൻ്റ്, മിനി ടേബിൾ, ചെയർ, AC അതേപോലെ തന്നെ ഫാനും ഈ റൂമിൽ കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് TVയും കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും വൈഫൈ ആക്സസിബിൾ ആണ്. റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ റൂമുകൾക്കും ഇതേപോലെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. റൂമും അതേപോലെ തന്നെ ഫർണിച്ചേഴ്സൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടും ഡസ്റ്റ് ഫ്രീ ആയിട്ടും കീപ്പ് ചെയ്തിട്ടുണ്ട്. ഹൗസ് കീപ്പിംഗ് ഒക്കെ വളരെ പ്രോപ്പറാണ്. എല്ലാ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂമൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. മുകളിലത്തെ വരാന്തയിൽ നിന്നുള്ള ഈ ഒരു വ്യൂ കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് തോന്നി. കാരണം എപ്പോൾ ഈ ഒരു തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട്, അതൊക്കെ കൊണ്ട് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. മുകളിലത്തെ റൂമിലും സെയിം ഫെസിലിറ്റീസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. AC, ഫാൻ, മിനി ടേബിൾ, ചെയർ അതേപോലെ തന്നെ TVയും ഈ റൂമിലും കൊടുത്തിരിക്കുന്നത് കാണാം. മുകളിലത്തെ ബാൽക്കണിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബാണാസുര ഹിൽസിൻ്റെ വ്യൂ ചെറിയ രീതിയിൽ കിട്ടുന്നുണ്ട്. അതുകൂടാതെ നല്ലൊരു പച്ചപ്പ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട ശേഷം മാത്രം ബുക്കിങ്ങിലേക്ക് വരിക. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ എല്ലാ ബുക്കിംഗ് ഡീറ്റെയിൽസും അയച്ചു തരിക.